ഹായ് സ്റ്റുഡൻസ്, നമ്മളതൊരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മാറ്റർ ആൻഡ് ഇറ്റ്സ് സെഗ്രിഗേഷൻ എന്നാണ്. ഈ മാറ്റർ എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ പറയുന്ന പേര് പദാർത്ഥം എന്നാണ്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന പേര് ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ സെപ്പറേഷൻ. അപ്പം മാറ്ററും അതിൻ്റെ സെപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം പദാർത്ഥമെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ശരിക്കും ഈ മാറ്റർ അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് ഒരുപാട് വസ്തുക്കൾ കാണാൻ പറ്റും. മരങ്ങൾ കാണാം, ചെടികൾ കാണാം, നല്ല നല്ല വണ്ടികൾ കാണാം, നമുക്ക് ആകാശം കാണാം. ആകാശം ചിലപ്പോൾ നല്ല മേഘങ്ങളുണ്ടാവും. ആ മേഘങ്ങൾക്ക് ചില ഡിഫറെൻ്റ് ഷേപ്പുകളൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് സ്ഥാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനിയും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം എവിടെയെങ്കിലും അടുത്തുള്ള വീട്ടിൽ നിന്നും നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ മണം ഇങ്ങനെ വരുവാണ്. അപ്പോൾ നമുക്ക് ആ മണത്തിൽ നിന്നറിയാം ഇവിടെ എവിടെയോ അടുത്തൊരു വീട്ടിൽ ഏതോ ഒരു ആൻറ്റി ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ബീഫ് ഫ്രൈ കാണാൻ പറ്റുമോ? ഇല്ല. ദൂരെ എവിടെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത എവിടെങ്ങാണോ ഒരു വീട്ടിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് നിങ്ങളുടെ മൂക്കിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ അടുത്തൊരു വീട്ടിൽ ഒരു ആൻറ്റി ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ചില വസ്തുക്കൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഡയറക്റ്റ് കാണാൻ കഴിയും, ചിലത് നമുക്ക് സ്മെല്ലിലൂടെയാണ് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു റോസ് ഫ്ലവറാണ്, നല്ല ഭംഗിയുള്ള റോസ് ഫ്ലവർ. ഈ റോസ് ഫ്ലവർ ഇങ്ങനെ നോക്കിയാൽ റോസ് ഫ്ലവർ എന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ കണ്ണുകൾ കൊണ്ടറിയാം ഇത് റോസിൻ്റെ ഫ്ലവറാണെന്ന് പറഞ്ഞാൽ. ഇനിയും ഏതെങ്കിലും ഒരു എന്നോട് പറയാണ് സാറൊന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണടച്ചു. ഇതിനെൻ്റെ മൂക്കിൻ്റെ അടുത്തേക്ക് ഇതിങ്ങനെ കൊണ്ടുവന്നാൽ ഇതിൻ്റെ സ്മെല്ലിൽ നിന്നും എനിക്കറിയാം ഇത് റോസ് ഫ്ലവറാണ്. അപ്പോൾ ഞാൻ സ്മെല്ലിൽ നിന്നാണ് തിരിച്ചറിഞ്ഞത് റോസ് ഫ്ലവറാണ്. അപ്പോൾ എനിക്ക് ഈ റോസ് ഫ്ലവറിനെ രണ്ട് രീതിയിൽ തിരിച്ചറിയാൻ പറ്റും. ഒന്ന് കണ്ണുകൾ കൊണ്ട് നോക്കി ഇത് റോസിൻ്റെ ഫ്ലവറാണെന്ന് മനസ്സിലാക്കാം, മറ്റൊന്ന് സ്മെല്ലിലൂടെ ഇത് റോസിൻ്റെ ഫ്ലവറാണെന്നും എനിക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ? ഓക്കെ, അപ്പം സൈറ്റിലൂടെയും സ്മെല്ലിലൂടെയും നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, ഇനിയും ഈ രണ്ട് സെൻസിലൂടെ മാത്രമാണോ നമുക്ക് വസ്തുക്കളെ തിരിച്ചറിയാൻ പറ്റുന്നത്? അല്ല. ഇപ്പം ഏതെങ്കിലും നിങ്ങളുടെ വീടിനടുത്ത് ഒരു അമ്പലം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് സ്വല്പം മാറിയൊരു അമ്പലമുണ്ട്. അമ്പലം ആകുമ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൻ്റെ നടയൊക്കെ തുറക്കും. അപ്പോൾ ആ അമ്പലത്തിന് നട തുറന്നിട്ട് അവിടെ പൂജ ചെയ്യുന്ന തിരുമേനി ഇങ്ങനെ പൂജ ചെയ്യുമ്പോഴത്തേക്കും മണി അടിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോക്കി ഇതല്ലേ എല്ലാവർക്കും അറിയാവുന്നത് കൈമണി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ മണി അടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മണിയടിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ അമ്പലത്തിൽ ഇപ്പം പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മണിയടിയുടെ ശബ്ദം നിങ്ങളുടെ ചെവിയിലേക്ക് വന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ തിരുമേനി അമ്പലത്തിൽ പൂജ ചെയ്യുവാണ്, അതുകൊണ്ടാണ് മണിയടിക്കുന്നത്. അപ്പം ശബ്ദത്തിലൂടെ, അതായത് സൗണ്ടിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി അവിടെ എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ നിങ്ങൾ നേരിട്ട് അമ്പലത്തിൽ പോയില്ല, ആ ശബ്ദത്തിലൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോൾ അമ്പലത്തിൽ പൂജ നടക്കുവാണെന്ന് മനസ്സിലായത്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ചില സബ്സ്റ്റൻസിനെ അല്ല ചില വസ്തുക്കളെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ചിലത് സ്മെല്ലിലൂടെയും, അതുപോലെ ചിലത് സൗണ്ടിലൂടെയും, അതുപോലെ ചിലത് ടേസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഒരാളുടെ കണ്ണടയ്ക്കാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ വായിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് തന്നാൽ അപ്പോൾ അതിലെ ടേസ്റ്റിലൂടെയാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ എൻ്റെ വായിലിട്ട് തന്ന സാധനം പഞ്ചസാരയാണെന്ന് മനസ്സിലാക്കുന്നത് ടേസ്റ്റിലൂടെയാണ്. ശരിയല്ലേ? അതുപോലെ നിങ്ങളോടൊരാൾ കണ്ണടയ്ക്കാൻ പറഞ്ഞു, കണ്ണടച്ചു. എന്നിട്ട് നിങ്ങളുടെ ദേഹത്ത് കൊണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് വേദനിപ്പിച്ചാൽ അപ്പോൾ നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയും. അപ്പോൾ ശരിക്കും നിങ്ങൾ ആ ഒരു ടച്ചിലൂടെയാണ് ശരിക്കും നിങ്ങളെ അയാൾ നോവിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. ചുരുക്കി പറഞ്ഞാൽ സെൻസിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നോർമലി മാറ്റർ എന്ന് വിളിക്കുന്നതെന്നാണ് ആദ്യം സയൻറ്റിസ്റ്റുകൾ കൊടുത്ത ഡെഫിനിഷൻ. ഇത് ആദ്യകാലത്തെ ഡെഫിനിഷനാണ്. നമുക്ക് ചുറ്റുമുള്ള സബ്സ്റ്റൻസിനെ 5 സെൻസസ് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ അതിനെയെല്ലാം മാറ്റർ എന്ന് വിളിക്കാമെന്നാണ് ആദ്യകാലങ്ങളിൽ സയൻറ്റിസ്റ്റുകൾ മാറ്ററിന് കൊടുത്തിരുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ് 5 സെൻസസ്? സൈറ്റ്, സ്മെല്ല്, സൗണ്ട്, ഹിയറിങ്, ടേസ്റ്റ്. ഈ 5 സെൻസസിലൂടെ നമുക്ക് ഏതെങ്കിലും വസ്തുവിനെ തിരിച്ചറിയാൻ പറ്റിയാൽ അതിനെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാമെന്നാണ് ആദ്യകാലങ്ങളിൽ സയൻറ്റിസ്റ്റുകൾ കൊടുത്തിരുന്ന ഡെഫിനിഷൻ. എന്നാൽ അത് കഴിഞ്ഞ് ഈ ഹോൾ യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് മാറ്റർ എനർജിയും കൊണ്ടാണെന്ന് മനസ്സിലാക്കി ഫർദർ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അതല്ലേ ഫർദർ എക്സ്പീരിയൻസിലൂടെ സയൻറ്റിസ്റ്റുകൾ മനസ്സിലാക്കിയ ഒരു വലിയ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മാറ്റർ എന്ന് പറഞ്ഞാൽ ഏതൊരു സബ്സ്റ്റൻസിനെയും മാറ്റർ എന്ന് വിളിക്കാം. ഒരു കണ്ടീഷനുണ്ട്, ആ മാറ്റർ എന്ന് വിളിക്കുന്ന സബ്സ്റ്റൻസിന് ഡെഫിനിറ്റ് മാസും അതുപോലെ തന്നെ 3 ഡയമെൻഷനായിട്ടൊരു ഡെഫിനിറ്റ് സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റണം.
3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു കൃത്യമായിട്ടുള്ള സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരിക്കണം മാറ്റർ. അതിന് ഡെഫിനിറ്റ് മാസും ഉണ്ടായിരിക്കണം. സോ മാറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാവ് ഡെഫിനിറ്റ് മാസ്. അങ്ങനെയുള്ള ഒരാളെ മാത്രമേ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാൻ പറ്റൂ. എന്നിട്ട് അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ആ ഒരു പഴയ ഡെഫിനിഷൻ കൂടെ പറഞ്ഞു. ഓക്കെ, ആൻഡ് ദ പ്രസൻസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മാറ്റർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനി വൺ ഓർ മോർ ഓഫ് അവർ സെൻസസ്. ഒന്നോ അതിൽ കൂടുതലോ സെൻസസ് കൊണ്ട് നമുക്കിതിനെ തിരിച്ചറിയാൻ പറ്റണം, അല്ലാതെ ഒരു സെൻസ് കൊണ്ട് മാത്രമല്ല. അതുകൊണ്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ മാറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാവ് ഡെഫിനിറ്റ് മാസ്. അതാണ് മാറ്ററിൻ്റെ ഇപ്പോഴുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ അതിന് വേണം കൂടുതൽ ബലം കൊടുക്കാൻ. കേൾക്കുന്നുണ്ടോ? അപ്പം അത്രയും കാര്യം നമ്മളൊന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, യെസ്. മാറ്റർ, everything that is around us and which can be felt with the help of our 5 senses. ഏതൊക്കെയാണ്? സൈറ്റ്, പിന്നെ സ്മെല്ല്, പിന്നെ സൗണ്ട്, പിന്നെ ടച്ച്, അവസാനം ഹിയറിംഗ്. ഓക്കെ, ഇൻ ഫാക്ട് the whole universe is made up of, the whole universe is made up of 2 things. ഏതൊക്കെയാണ്? എനർജിയും മാറ്ററും. 2 things, എനർജി ആൻഡ് മാറ്റർ. സോ മാറ്റർ എന്ന് പറഞ്ഞാൽ മാറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാവ് ഡെഫിനിറ്റ് മാസ്. യെസ്, ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാറ്റർ. ഈ ഡെഫിനിഷനാണ് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡെഫിനിഷൻ. ഓക്കെ, so matter is defined as anything that occupies space and have definite mass. ബാക്കി എന്താണ്? which can be identified with the help of any one or more than one of our senses. More than one of our senses. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റർ എന്ന് പറഞ്ഞത്. ഇനി എക്സാമ്പിൾ എന്നൊക്കെ പറയാം മാറ്ററിന്. നമുക്ക് ചുറ്റും കാണുന്ന പ്ലാസ്റ്റിക്, ക്ലോത്ത്സ്, വുഡ്, പെട്രോള്, ഡീസല്, ഇങ്ങനെയുള്ള ഏത് സാധനത്തെ നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. കേട്ടല്ലോ? അപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്? എക്സാമ്പിൾ ക്ലോത്ത്സ്, പിന്നെ വുഡ്, പിന്നെ മിൽക്ക്, പിന്നെ പെട്രോള്, ഡീസല്, കേട്ടോ, പേപ്പറ്, അങ്ങനെ എന്ത് സബ്സ്റ്റൻസ് നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ മാറ്റർ എന്ന് വിളിക്കണമെങ്കിൽ അതിന് ഡെഫിനിറ്റ് മാസും അതുപോലെ തന്നെ ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസും ഉള്ള ഏതൊരു സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. ഇനിയും ഈ മാറ്ററിനെ പ്രധാനമായിട്ട് നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും മറ്റൊന്ന് കെമിക്കൽ ക്ലാസിഫിക്കേഷനും. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. ഒന്നാമത്തെ പേര് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ പേര് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ.
അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ്. എന്താണ് ഈ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ശരിക്കും നോർമൽ ടെമ്പറേച്ചർ കണ്ടീഷനിലുള്ള ഒരു മാറ്ററിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിസിൽ, എന്താ പറഞ്ഞേ, നോർമൽ ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലുള്ള ഒരു മാറ്ററിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. Based on the physical state under normal conditions of temperature and pressure, matter is classified into three types. ഏതൊക്കെയാണ്? സോളിഡ്, രണ്ടാമത്തെ ലിക്വിഡ്, മൂന്നാമത്തെ ഗ്യാസ്. ഇനി ഇതിലെ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഓരോ ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള പ്രത്യേകത എന്താണെന്ന് നമ്മളിനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം, സോളിഡ്സ്. എന്താണ് സോളിഡ്സിൻ്റെ പ്രത്യേകത? നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് സാധനങ്ങൾ സോളിഡ്സ് ആണ്. ഏതാണ്? നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ ബൗൾസ്, നമ്മുടെ ബുക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സോളിഡ് സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ എന്താണ് ഈ ബൗളിൻ്റെയും ബുക്കിൻ്റെയും നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ്, TV, ഇതെല്ലാം സോളിഡ് സബ്സ്റ്റൻസുകളാണ്. എന്താണ് ആ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത? ഇവർക്കെല്ലാം ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയവും ഉണ്ട്. ഓക്കെ, TV നോക്കിയാൽ TVക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, റേഡിയോ നോക്കിയാൽ റേഡിയോയ്ക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഒരു മ്യൂസിക് പ്ലെയർ നോക്കിയാൽ അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ അക്വേറിയം ഉണ്ടെങ്കിൽ ആ അക്വേറിയത്തിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, നമ്മുടെ വീട്ടിലെ സോഫ, കസേര, ഇതെല്ലാം നോക്കിയാലും ഓരോരുത്തർക്കും ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. പക്ഷേ ഒരാളുടെ ഷേപ്പ് അല്ല മറ്റൊരാളുടെ ഷേപ്പ് അല്ല എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, അല്ലേ? അതെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? ഏത് സോളിഡ് സബ്സ്റ്റൻസ് എടുത്താലും അവർക്ക് ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയവും ഉണ്ട്. പക്ഷേ ഈ ഷേപ്പുകളൊന്നും ഒരേപോലല്ല. കാരണം ഡിഫറെൻ്റ് സോളിഡ് സബ്സ്റ്റൻസിൽ പാർട്ടിക്കിൾസ് അലൈൻ ചെയ്തിരിക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. അതാ എല്ലാ സോളിഡ് സബ്സ്റ്റൻസിലും പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ക്ഡ് ആണ്. പക്ഷേ ഈ ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻറ്റ് കോമ്പൗണ്ട് അല്ലെ സബ്സ്റ്റൻസ് മാറുമ്പോൾ മാറും. TV എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെഫിനിറ്റ് ഷേപ്പ് വരാൻ കാരണം അതിനകത്ത് പാർട്ടിക്കിൾസ് ആ രീതി അലൈൻ ചെയ്തിരിക്കുന്നുണ്ട്. വേറൊരു കസേരയോ സോഫയോ അല്ല അക്വേറിയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറുന്നതിന് കാര്യം അത് മോൾഡ് ചെയ്തിരിക്കുന്ന വേറെ രീതിയിലാണ് അവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എല്ലാ സോളിഡ് സബ്സ്റ്റൻസിനും ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടെങ്കിലും ഈ ഷേപ്പ് ഒന്നും ഒരേപോലല്ല. കാരണം ഓരോ സോളിഡ്സിലും പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി വ്യത്യാസമാണ്. നമ്മൾ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ നോർമലായിട്ടും പാർട്ടിക്കിൾസ്, സോളിഡ്സിലെ പാർട്ടിക്കിളിനെ കാണിക്കാനായിട്ട് സ്പിയർ ആണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു സോളിഡ് സബ്സ്റ്റൻസിലെ പാർട്ടിക്കിളിനെ കാണിക്കാൻ നോർമലായിട്ട് നമ്മൾ സ്പെറിക്കൽ ഷേപ്പാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു വമ്പൻ ഡൗട്ട് ചോദിക്കുക, എന്താ സാറേ നമ്മൾ സ്പിയർ വെച്ചുകൊണ്ട് തന്നെ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സിമ്പിൾസ്. സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് സോളിഡ് സബ്സ്റ്റൻസ് നോർമലി സ്റ്റേബിളായിട്ടുള്ള ആൾക്കാരാണ്. സ്റ്റേബിൾ ആവണമെങ്കിൽ എനർജി കുറയണമെങ്കിൽ ഈ പറഞ്ഞ പാർട്ടിക്കിളിൻ്റെ സർഫസ് ഏരിയ കുറവായിരിക്കണം. സർഫസ് ഏരിയ കുറവുള്ളത് ആർക്കാണ്? സ്പെറിക്കൽ ഷേപ്പിനാണ്. അതുകൊണ്ടാണ് നമ്മൾ സോളിഡ്സിൻ്റെ പാർട്ടിക്കിളിനെ സ്പിയർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഈ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സോളിഡ്സിലെ പാർട്ടിക്കിളിന് മറ്റൊരു മൂവ്മെൻ്റ് ഉണ്ട്. എന്ത് മൂവ്മെൻ്റാണ്? വൈബ്രേറ്ററി മോഷൻ എന്ന് പറയും. എന്ത് മോഷനാ? വൈബ്രേറ്ററി മോഷൻ. അപ്പോൾ നിങ്ങൾ അതെന്നാ സാറേ വൈബ്രേറ്ററി മോഷൻ? ഫോർ എക്സാമ്പിൾ, ഞാനാണ് സോളിഡ്സിലെ ഒരു പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുവാണ്. എനിക്കിവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ആടിക്കളിക്കാനേ പറ്റത്തുള്ളൂ, അല്ല ദൂരോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം സോളിഡ്സിലെ പാർട്ടിക്കിൾ അവരിയ്ക്കുന്ന പൊസിഷനെ ബേസ് ചെയ്ത്
ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് അവരുടെ വൈബ്രേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം സോളിഡ്സിലെ പാർട്ടിക്കിളിന് ആകെ കാണിക്കാൻ പറ്റുന്ന ഒരു മോഷൻ ഈ വൈബ്രേറ്ററി മോഷൻ മാത്രമാണ്. കാരണം അത്രയ്ക്കും ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻറ്റിലാണ് സോളിഡ്സിലെ പാർട്ടിക്കിളിനെ അലൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയവും ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ അതാണ് സോളിഡ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു സബ്സ്റ്റൻസ് സോൾഡ് ആവണമെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയവും വേണം. അവിടെ പാർട്ടിക്കിൾസിന് ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ പാർട്ടിക്കിൾസിന് ആകെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വൈബ്രേറ്ററി മോഷൻ മാത്രമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? യെസ്. ഇനിയും ഓക്കെ, ആ സോളിഡ്സിലെ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? മാക്സിമം ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെന്റിലാണ് ഈ പാർട്ടിക്കിളിനെ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ? ആകെപ്പാട് ഇവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെന്റ് ഏതാണ്? ആ വൈബ്രേറ്ററി മോഷനാണ്. ആ വൈബ്രേറ്ററി മോഷനെ കാണിക്കാനാണ് ഇങ്ങനെ ഒരു ചെറിയ ഡാഷ് ഇവിടെ വരച്ചിരിക്കുന്നത്. കേട്ടോ? പാർട്ടിക്കിൾസിന് ആകെയുള്ള മൂവ്മെന്റ് എന്ത് മൂവ്മെന്റ് മാത്രമാണ്? വൈബ്രേറ്ററി മോഷൻ. അപ്പോൾ ഇതാണ് ഒരു സോളിഡ്സിലെ പാർട്ടിക്കിളിന്റെ ഒരു എൻറ്റയർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. മാക്സിമം ക്ലോസസ്റ്റ് അപ്രോച്ചിലുള്ള ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ്. ഓക്കെ. ഈ ലിക്വിഡ്സിന്റെ കേസ് പറഞ്ഞാൽ ലിക്വിഡ്സിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. കാരണം സോളിഡ്സിന്റെ അത്രയും പോലെ പാർട്ടിക്കിൾസ് അത്ര ക്ലോസ്ലി പാക്ക്ഡ് അല്ല, സ്വല്പം ഒന്ന് ലൂസ്ലി പാക്ക്ഡാണ്. അതുകൊണ്ട് ഇവിടുത്തെ പാർട്ടിക്കിളിനെ കാണിച്ചാൽ അത്രയും ചേർത്ത് വരയ്ക്കത്തില്ല, സ്വല്പം ഒരു ഗ്യാപ്പ് കാണും. ഇങ്ങനെ കണ്ടോ? ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ, ഒത്തിരി ഗ്യാപ്പിടല്ലേ, ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലിക്വിഡ്സിലെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലിക്വിഡ്സിലെ പാർട്ടിക്കിളിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഈ ലിക്വിഡ്സിലെ പാർട്ടിക്കിളിന് മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല, സ്വല്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ മോളിക്യൂളിന് മൂവ്മെൻ്റ് ഉണ്ട്, ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ലിക്വിഡ്സിന് എന്താ പ്രത്യേകത? ഡെഫിനിറ്റ് വോളിയം മാത്രമേ ഉള്ളൂ, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. നിങ്ങളൊരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം എടുത്താൽ അന്നേരം ആ കുപ്പിയുടെ ഷേപ്പാണ് ആ വെള്ളം അറ്റൈൻ ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾ മറ്റൊരു ചരുവത്തിനകത്ത് വെള്ളം എടുത്താൽ ആ ചരുവത്തിൻ്റെ ഷേപ്പാണ് അറ്റൈൻ ചെയ്യുന്നത്. ഒരു മഗ്ഗിനകത്ത് വെള്ളം എടുത്താൽ ആ മഗ്ഗിൻ്റെ ഷേപ്പാണ് ആ വെള്ളം അറ്റൈൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, പക്ഷേ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഡെഫിനിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന വെള്ളം 10 ലിറ്റർ ആണോ 5 ലിറ്റർ ആണോ അല്ല 25 ലിറ്റർ ആണെന്നുള്ള ആ ഡെഫിനിറ്റ് വോളിയം നിങ്ങൾ ഏത് പാത്രത്തിലോട്ട് മാറ്റിയാലും മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ഏതെങ്കിലും വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയാൽ ആ പാത്രത്തിൻ്റെ ഷേപ്പിലായിരിക്കും പിന്നെ ലിക്വിഡ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, പകരം ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അപ്പോൾ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തതിന് കാര്യം ഇതിലെ പാർട്ടിക്കിൾസ് സ്വല്പം മൂവ്മെൻ്റ് ഉണ്ട്. കാരണം പാർട്ടിക്കിൾസ് ഇടയിൽ മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല, കുറച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. അപ്പം ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററിലെ ലിക്വിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ എ സബ്സ്റ്റൻസ് ഈസ് സെറ്റ് ടു ബി ലിക്വിഡ് ഇഫ് ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് വോളിയം ബട്ട് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. പിന്നെ എങ്ങനെയാണ് ഷേപ്പ് വരുന്നത്? ദേ ഒക്യുപൈ ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ദേ ആർ പുട്ട്. ഏത് വെസലിലാണോ ആ ലിക്വിഡ് ഇരിക്കുന്നത് ആ വെസലിൻ്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡ് അറ്റൈൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? യെസ്. അപ്പോൾ അതാണ് ലിക്വിഡ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഇനിയും ദേ കണ്ടോ, ആ ലിക്വിഡ്സിലെ പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഈ പടത്തിൽ കാണിക്കുന്നത് കണ്ടോ? മാക്സിമം ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻ്റ് അല്ല, ഇവർക്കിടയിലൊക്കെ നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ലിക്വിഡിനെ മോളിക്യൂൾസിന് കുറച്ച് മൂവ് ചെയ്യാൻ പറ്റും. ലിക്വിഡ്സിൻ്റെ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ വരുന്നേ ഉള്ളൂ പറയാം. ലിക്വിഡ്സിലെ പാർട്ടിക്കിളിന് കുറച്ച് മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, സോളിഡ്സിലെ പോലെ വൈബ്രേറ്ററി മോഷൻ അല്ല, ഇവർക്ക് സ്വല്പം മൂവ്മെൻ്റ് ഉള്ളവരാണ്. ഓക്കെ. ഇനിയും ഗ്യാസസ്. എന്താണ് ഗ്യാസസിൻ്റെ പ്രത്യേകത? ഗ്യാസസിൻ്റെ പാർട്ടിക്കിൾസിനകത്ത് യാതൊരുവിധ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല. അവരെ നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ ദേ ആർ ഫാർ എപ്പാർട്ട്. അതേ ഇങ്ങനെ ഇരിക്കും. മാക്സിമം അകലങ്ങളിലാണ് ഈ ഗ്യാസ് എന്ന് പറയുന്ന ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പാർട്ടിക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇവരെപ്പോഴും പരസ്പരം കൊളീഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഈ പാർട്ടിക്കിൾസ് കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ കാണിക്കുന്ന എനർജി ഭയങ്കര മാക്സിമം ആയിരിക്കും. ഇവർക്ക് കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. ആർക്കാ? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളിന്. അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററിൻ്റെ പ്രത്യേകത അവിടെ പാർട്ടിക്കിൾസ് ഫാർ എപ്പാർട്ടാണ്. അവിടെ എല്ലാ പാർട്ടിക്കിളിനും മാക്സിമം എനർജി ഉണ്ടായിരിക്കും. എനർജി ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഇവർ മാക്സിമം കൊളീഷനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കും. അങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ യാതൊരുവിധ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ടാവത്തില്ലേ. അതുകൊണ്ട് എന്താണ്? ഇവർക്ക് ഡെഫിനിറ്റ് വോളിയമില്ല. കേട്ടോ? ഡെഫിനിറ്റ് വോളിയമില്ല, അതുപോലെ തന്നെ ഡെഫിനിറ്റ് ഷേപ്പുമില്ല. ഇവർ നോർമലായിട്ട് നമ്മൾ ഏത് കണ്ടെയ്നർ ആ കണ്ടെയ്നർ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ. അപ്പം ഗ്യാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഗ്യാസിനകത്തെ പാർട്ടിക്കിൾസ് ഫാർ എപ്പാർട്ടാണ്. ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ
പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ്. ദേ ആർ ഓൾവേസ് ഇൻ റാൻഡം മൂവ്മെന്റ് ആൻഡ് ദേ ആർ ഫാർ എപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പം സോൾഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് വോളിയവും ഡെഫിനറ്റ് ഷേപ്പും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ, ലിക്വിഡ് എന്ന് പറഞ്ഞാലോ ഡെഫിനറ്റ് വോളിയമാണ്, ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. എന്നാൽ നോർമലായിട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിന് ഡെഫിനറ്റ് വോളിയമായിട്ടും പറയാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഡെഫിനറ്റ് ഷേപ്പും ഇല്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയം ഇല്ലാത്ത ആൾക്കാർ ഗ്യാസ്, ഡെഫിനറ്റ് വോളിയം മാത്രമുള്ള ആൾക്കാരാണ് ലിക്വിഡ്സ്, ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയവും രണ്ടും ഉള്ള ആൾക്കാരാണ് സോളിഡ്സ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? യെസ്. അപ്പോൾ ഇതാണ് ഗ്യാസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെയും നമുക്ക് ഒരുമിച്ചൊന്ന് കണ്ടാലോ? നോക്കിക്കേ, ഇതാണ് ഗ്യാസിൻ്റെ കേസ്. ഇപ്പോൾ പറഞ്ഞ ഗ്യാസിൻ്റെ കേസ് ഫാർ എപ്പാർട്ട് എന്ന് കാണിക്കാനാ. ഈ ഒരു പാർട്ടിക്കിൾ കൊളയിടുകയും ഈ പാർട്ടിക്കിൾ ഇയാളുമായിട്ട് കൊളയിടുകയും ഈ പാർട്ടിക്കിൾ ഇയാളുമായിട്ട് കൊളയിടുകയും എത്ര അകലങ്ങളിലാണെങ്കിലും ഇവർക്ക് മൂവ് ചെയ്ത് പോയി വേറെ ആളുമായിട്ട് ഇടിക്കാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അതുകൊണ്ട് ഇവർ ഫാർ എപ്പാർട്ട് എന്ന് പറയുന്നതും ദേ ആർ ഓൾവേസ് ഇൻ റാൻഡം മൂവ്മെൻറ്റ്. റാൻഡം മൂവ്മെൻറ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഇവർക്ക് എനർജി മാക്സിമം ആണ്. ഈ എനർജി കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എത്ര ദൂരം വേണമെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും, സഞ്ചരിച്ച് വേറൊരാളുമായി കൂട്ടിയിടിക്കുക. കാരണം ധാരാളം എനർജി ഇവരുടെ കയ്യിലുണ്ട്. ഓക്കെ, യെസ്. കാരണം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. കണ്ടോ? ഇപ്പം പറഞ്ഞ 3 ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററിലെ 3 കേസും കൂടെ നമ്മൾ ഒരുമിച്ച് പറയാൻ പോകണം. കണ്ടോ, ഇവിടെ കണ്ടോ, ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയം ഉണ്ട്. അതായത് വാട്ടറിൻ്റെ സോൾഡ് ഫോം ഐസിനകത്ത് ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയം ഉണ്ട്. കാരണം പാർട്ടിക്കിൾസ് റെഗുലർ ഓർഡേഡ് അറേഞ്ച്മെന്റ് ഉണ്ട് ഇവിടെ. എന്നാൽ ഈ കപ്പിനകത്തിരിക്കുന്ന ഹോട്ട് കോഫിയുടെ പ്രത്യേകത എന്താണ്? ഇവിടെ പാർട്ടിക്കിൾസ് ഡെഫിനറ്റ് അറേഞ്ച്മെന്റ് ഇല്ല. ഇവിടെ നോക്കിയാൽ ഗേഷ്യസ് ഫേസിലുള്ള പാർട്ടിക്കിളാണ് ചെയ്തത്. ഗ്യാസിനെയാണ് എന്ന് പറഞ്ഞാൽ ആ കോഫിയിൽ നിന്നും വരുന്ന വാട്ടർ വേപ്പറിനെ കാണിച്ചിരിക്കുന്നത്. ആ വാട്ടർ വേപ്പറിനകത്ത് കണ്ടോ, ഗേഷ്യസ് ഫേസിലുള്ള വാട്ടറിന് വിളിക്കുന്ന പേരാണ് വാട്ടർ വേപ്പർ. ആ വാട്ടർ വേപ്പറിനകത്ത് നോക്കിയാൽ പാർട്ടിക്കിൾസ് ഫാർ എപ്പാർട്ട്, അവരുടെ വലിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒരു കാര്യങ്ങളും ഇല്ല. എന്നാൽ ഈ ഗ്ലാസ്സിനകത്തിരിക്കുന്ന ലിക്വിഡ്, ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് കുറച്ചൊക്കെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് ആ ലിക്വിഡ് ആ പാത്രത്തിനകത്ത് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഒരു എന്നാ പറ്റിയത്, ഈ ലിക്വിഡ് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഈ ലിക്വിഡിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഈ കേസ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയം ഒന്നും ഇല്ലടേ, കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ, സോൾഡും ലിക്വിഡും ഗ്യാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് 3 കോളം ഉണ്ട് ഇവിടെ. ഒന്നാമത് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ്. സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് റെഗുലർ ആണ്, അതുപോലെ ക്ലോസ് ടു ഈച്ച് അതർ, മാക്സിമം ചേർന്നിരിക്കാൻ പറ്റും അത്രയുമാണ് അവർ ചേർന്നിരിക്കുന്നത്. കാരണം അവർക്കിടയിലെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം ആണ്. ലിക്വിഡ്സിന്റെ കേസിൽ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് അല്ലെ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്? റാൻഡം ഓർ ഇറഗുലർ, ക്ലോസ് ടു ഈച്ച് അതർ. ഈ മോളിക്യൂൾ എന്ന് പറയുന്ന വേർഡൊക്കെ നിങ്ങൾ സ്വല്പം കഴിയുമ്പോൾ പഠിക്കും, കേട്ടോ. ഗ്യാസസ് എന്ന് പറഞ്ഞാൽ അവിടെ റാൻഡം ആണ്, വൈഡ് എപ്പാർട്ടാണ് എന്ന് പറഞ്ഞാൽ ഫാർ എപ്പാർട്ടാണ് ഇവിടുത്തെ പാർട്ടിക്കിൾസ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഫാർ എപ്പാർട്ട് വരാൻ കാരണം അവരുടെ പാർട്ടിക്കിൾസിനിടയിൽ യാതൊരുവിധ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല. ഇനി മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ഈ 3 സ്റ്റേജിൽ എങ്ങനെയാണെന്ന് പറയുകയാണ്. സോളിഡ്സിനകത്ത് ആകെയുള്ള മൂവ്മെന്റ് ഏതാണ്? ആ വൈബ്രേഷൻസ് ആണ്. ഇരിക്കുന്നിടത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യുക, അല്ലാതെ ദൂരേക്കൊന്ന് സഞ്ചരിക്കാനുള്ള ഒരു പ്രൊവിഷൻ സോളിഡ്സിലെ പാർട്ടിക്കിളിലില്ല. കാരണം അത്രയ്ക്കും ക്ലോസ് പാക്ഡ് അലൈൻമെന്റിലാണ് സോളിഡ്സിലെ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. എന്നാൽ ലിക്വിഡ്സിൽ മോളിക്യൂൾസ് ക്യാൻ മൂവ് അറൗണ്ട് ഈച്ച് അതർ. അവരുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ലൂസ്ലി പാക്ഡ് ആണ്. ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. വലിയ മൂവ്മെന്റ് ഇല്ല, ഒരു ചെറിയ മൂവ്മെന്റ്. എന്നാൽ ഗ്യാസസിനകത്ത് ക്വിക്ക് മൂവ്മെന്റ് ഇൻ റാൻഡം ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനിലേക്കും വളരെ വേഗത്തിലുള്ള മൂവ്മെന്റ് ആണ്. കാരണം അവരുടെ ഇടയിൽ യാതൊരുവിധ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല. അതുകൊണ്ട് വളരെ സ്പീഡിലുള്ള റാൻഡം മൂവ്മെന്റ് ആണ് ഗ്യാസിനകത്തെ പാർട്ടിക്കിൾസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനിയും ഡയഗ്രാം പറഞ്ഞാൽ കണ്ടോ, സോളിഡ്സിനകത്തെ പാർട്ടിക്കിളിന്റെ അലൈൻമെന്റ് ഡയഗ്രാം ഇതാണ്, ലിക്വിഡ്സിനകത്തെ പാർട്ടിക്കിളിന്റെ അലൈൻമെന്റ് ഡയഗ്രാം ഇതാണ്. ഇതാണ് ഗ്യാസിനകത്തെ പാർട്ടിക്കിളുടെ ഡയഗ്രാം. ഇത് കാണുമ്പോഴേ മനസ്സിലാവും ഏറ്റവും കുറവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ ഇടയിലാണ്. ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് സോളിഡ്സിലുമാണ്. ഈ രണ്ടിന് ഇടയിൽ വരുന്ന കേസാണ് ലിക്വിഡ്സിന്റെ കേസ്. ഒത്തിരി കൂടുതലും അല്ല, എന്നാൽ ഒത്തിരി കുറവുമല്ല. ഓക്കെ, ഇനിയും സ്ട്രെങ്ത് ഓഫ് ബോണ്ട് ബിറ്റ്വീൻ മോളിക്യൂൾസ്, സ്ട്രെങ്ത് ഓഫ് ബോണ്ട് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ. സോളിഡ്സിനകത്തെ പാർട്ടിക്കിളിന്റെ ഇടയിലുള്ള ബോണ്ടിന്റെ സ്ട്രെങ്ത് ഭയങ്കര സ്ട്രോങ് ബോണ്ടിങ്. അതുകൊണ്ട് അതിന് ഡെഫിനറ്റ് ഷേപ്പും ഡെഫിനറ്റ് വോളിയം ഉണ്ടായത്. എന്നാൽ ലിക്വിഡ്സിനകത്ത് പാർട്ടിക്കിളിനിടയിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ വീക്ക് ബോണ്ടിങ്. അതുകൊണ്ട് ഡെഫിനറ്റ് വോളിയം ഉണ്ട്, എന്നാൽ ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. ഏത് വെസലിലോട്ടാണോ നമ്മൾ ഇതിനെ എടുക്കുന്നത് ആ വെസലിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡ് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്യാസിന്റെ കേസിൽ വെരി ലൂസ് ബോണ്ടിങ് ആണ്. അതുകൊണ്ട് അതിന് കൃത്യമായിട്ട് വോളിയോ കൃത്യമായിട്ട് ഷേപ്പോ ഒന്നും പറയാൻ പറ്റാത്തത്.
എക്സാമ്പിൾസ് പറഞ്ഞാൽ എ റോക്ക്, അതുപോലെ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് ഫേസിലുള്ള വാട്ടറിന് വിളിക്കുന്ന പേരാണ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. അപ്പം ഇത്രയുമാണ് നമുക്ക് അറിയേണ്ട കാര്യം.